ഹലോ. അപ്പോൾ ഇങ്ങനെ ബൈക്കുമ്പോൾ ചീറിപ്പാൻ വരുന്നത് നമ്മളൊരു ട്രോളി ബാഗ് എടുക്കാൻ പോയതാണ് കേട്ടോ. അത് പാണ്ടിക്കാടത്ത് വീട്ടിലായിരുന്നു. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മയും ആപ്പയും ഫാദിയും റിഹാൻ എൻ്റെ താത്താൻ്റെ മകനാണ്. ഒക്കെ ആകെ ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ നാലാളും പാടെ മംഗലാപുരം പോവുകയാണ്. അഫിൻ്റെ അടുത്ത് പോവുകയാണ്, നാട്ടിൽ പോവുകയാണ്. ഉമ്മാനെ പറയുകയാണെങ്കിൽ ഉമ്മാൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിൽ പോവുകയാണ് ഉമ്മ. അപ്പോൾ അങ്ങനെ ഓർക്ക് പോകാൻ വേണ്ടിയാണ്, ഓരോ ലഗേജ് നടക്കാൻ വേണ്ടിയിട്ട് ട്രോളി ബാഗിന് വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഓൾക്ക് ഈ കോഴിക്കോടൻ ഹൽവ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അങ്ങനത്തെ കിട്ടൂല, കിട്ടാഞ്ഞിട്ടല്ല കിട്ടുന്നുണ്ടാവും, പക്ഷേ ഓൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ മിക്കവാറും നമ്മൾ എപ്പോഴും ഇത് കൊണ്ടുപോകാനാണ് ശ്രമിക്കൽ കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും. പിന്നെ ഓൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓൾക്ക് അവിടെ മീനിൻ്റെ ബിസിനസ്സാണ്, മറ്റേ അപ്പോൾ ബോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും. അവിടെ എത്തുമ്പോൾ ഐസിലിട്ട് തന്നെ ആയിരിക്കും, പക്ഷേ എന്നാലും കൂടിയിട്ട് അവിടുന്ന് നല്ല നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. വലിയ നല്ല നമ്മളിവിടുന്ന് പിടിച്ചുകൊണ്ടിരുന്നത് നമ്മളവിടുത്തെ അത്രയും പഴക്കമുണ്ടാവില്ല. ഒരു ദിവസം എന്താണെങ്കിലും അവിടുന്ന് രാത്രി 11 മണിക്ക് ട്രെയിൻ കയറിയാൽ നമ്മളവിടെ പൊലിച്ച് 8 മണിക്കാണ് എത്തുക, നേരം വെളുത്തിട്ട്. അപ്പോൾ അത്രയും ദൂരമുണ്ട്, അത്രയും ദൂരം ഐസ് കിടക്കേണ്ടി വരും. അപ്പോൾ ഒരു വരുമ്പോൾ മിക്കവാറും ദിവസം അങ്ങനെയാണ് കൊണ്ടുവരൽ. അതും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വല്ല സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെ ഒരു പോകാൻ വേണ്ടി റെഡിയായി. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ട്രെയിനിൽ കുത്തി തിരക്കിന് പോകുക, പക്ഷേ എന്നാലും അതിനും ഒരു ഭയങ്കര ത്രില്ലാണ് അങ്ങോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യത്തെ പോക്കിനാണ് നമ്മൾ അപ്പിനെ സെറ്റാക്കിയത് കേട്ടോ. അപ്പിനോട് കേരളത്തിൽ പോരാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പി ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജാസിനെ പെണ്ണ് സെറ്റായത് കേട്ടോ. അപ്പോൾ ഈ മംഗലാപുരത്തിൻ്റെ ഒരു ഓർമ്മ പറയുമ്പോൾ എനിക്ക് ആദ്യം എന്താ ഓർമ്മ അറിയോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എൻ്റെ അമ്മായി ഞങ്ങൾക്ക് ബീച്ചിൽ പോയി. അപ്പോൾ ബീച്ചിൽ പോയ സമയത്ത് അമ്മായി ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക കടലിൽ. അപ്പോൾ ഞാൻ ഈ അമ്മായി നിങ്ങൾ എന്താ ഒറ്റയ്ക്ക് നടക്കുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കടലിനോട് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പിന്നെ നോക്കിയപ്പോൾ തിരമാലിൻ്റെ കൂടെ അമ്മായിൻ്റെ ഒരു പോക്ക് അങ്ങോട്ട് പോയിട്ട് പഠിച്ചോനെ എൻ്റെ അല്ല അന്ന് കണ്ണ് നിലയിലാക്കി കിടന്ന അമ്മായിനെ കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും കാര്യമൊക്കെ വെച്ചിട്ട് ആ ഒരു ഡയലോഗ് അവിടെ വന്നതുകൊണ്ടാട്ടത്. അത് അത്രയും കോമഡി ആയിട്ട്, അല്ലെങ്കിൽ അത് വൻ ട്രാജഡി ആയിരുന്നു. പിന്നെ അമ്മായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഒരു ചിരിച്ചിട്ട് പടച്ചോനെ. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കണത്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷെ ആരും ഉണ്ടായിട്ടില്ല എന്നവിടെ, ഞാനും അമ്മായി മാത്രം. ബാക്കിയുള്ളവരൊക്കെ വേറെ ഏതോ സൈഡിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.